നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ടർ മരം എങ്ങനെ ടാപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതുപോലെ ഇതുപോലെ മുൻകാന മാർക്ക് ചെയ്യാം. അതിനുശേഷം പിൻകാന മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ മരമല്ല, ഇത് വേറെ തോട്ടത്തിലെ മരമാണ്. ഞാൻ ഈ ഷെയ്ഡിടാൻ വന്നപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഷോർട്ടർ കിട്ടുന്നത്. അങ്ങനെ അവരുടെ മരം, ഇത് നമ്മുടെ മരമല്ല. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ തോള് നിരപ്പിനായിരിക്കണം, തോളിൻ്റെ ലെവലിനായിരിക്കണം മാർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഒരു 30 ഡിഗ്രി ചരിവല്ല, 45 ഡിഗ്രി ചരിവ് വേണം. ഇതിപ്പോൾ ഷോർട്ടർ മരത്തിന് മാർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ചരിവിലായിരിക്കണം, 45 ഡിഗ്രി ചരിവ് വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽപ്പട്ടയിൽ നിന്നുള്ള പാല് ഒഴുകി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൽ അടിപ്പട്ടയ്ക്ക് താങ്ങുപട്ടയെന്നും മുകളിലത്തെ പട്ടയ്ക്ക് കമത്തുപട്ടയെന്നുമാണ് പറയുന്നത്. അപ്പം നമുക്ക് താങ്ങുപട്ട ഒന്നുകൂടെ തെളിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് താങ്ങുപട്ട തെളിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കമത്തുപട്ട വെട്ടുമ്പം കൈ ഇങ്ങനെ പിടിക്കണം. ഇത് ഇവരുടെ കത്തിയാണ്. ഇത് 6.5 ഇഞ്ചിൻ്റെ കത്തി, തൈമരം വെട്ടുന്ന കത്തിയാണ്. ഇത് വെച്ചല്ല ഷോർട്ടർ വെട്ടുന്നത്. ഷോർട്ടർ വെട്ടാൻ വേറെ പ്രത്യേക ഒരു കത്തിയുണ്ട്. അപ്പം നമ്മൾ ഈ അറ്റം വെച്ചാണ് ടാപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം കമത്ത് വെട്ടാം. അപ്പം നമ്മളിങ്ങനെ കുത്തിയെടുത്ത് ഇങ്ങോട്ട് പോകണം. കണ്ടോ, ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് പോകണം. കണ്ടോ, അപ്പം ഇങ്ങനെ വെട്ടി ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേൽവശം അങ്ങനെ വെട്ടി മേലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്പോൾ അതല്ല, ഇങ്ങനെ ടാപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സൈഡ് അങ്ങ് മേലോട്ട് അങ്ങ് പോകും. കമത്തുവട്ടം ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ കത്തി പിടിക്കേണ്ടത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ കത്തിയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടോ, ഇങ്ങനെ കറങ്ങി വരും. ഒരേ ലെവലിൽ പട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മേൽവശം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൈയുടെ ഊക്ക് കൂടും. മേലോട്ട് അങ്ങ് ചെല്ലുന്നതനുസരിച്ച് കൈയുടെ ഊക്ക് കൂടുന്നതനുസരിച്ച് അവിടെ അങ്ങ് കൂടുതൽ പട്ട പോയിട്ട് അവിടെ കുത്തനെ അങ്ങ് ആയിപ്പോവും. അപ്പോൾ ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ, കത്തി 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഉണ്ടോ. ഇപ്പം നമ്മൾ ഇത് മരത്തെ കൊള്ളാതെ വേണം ടാപ്പ് ചെയ്യാൻ. നമ്മൾ സാധാരണ ഒറ്റപ്പെട്ട ടാപ്പ് ചെയ്യുന്ന ആ രീതിക്ക് തന്നെ വേണം ഇതും ടാപ്പ് ചെയ്യാൻ. താങ്ങുപട്ട ഒന്നുകൂടെ തെളിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഷോർട്ടർ മരം വെട്ടുന്ന മരത്തിൻ്റെ പട്ട എല്ലാം ഒരേപോലെ ആയിരിക്കണ്ട, വീതി നോക്കണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇത്ര 4 ടാപ്പ് ചെയ്ത്, അപ്പോൾ എന്താ എല്ലാം ഒരേപോലെ വീതി ഉണ്ടോ, എല്ലാം ഒരേപോലെ വീതി ആയിരിക്കണം. അപ്പം നമ്മൾ ഈ മുൻകാനയിൽ നിന്ന് തുടങ്ങുന്നത് ഇവിടുന്ന് തന്നെ തുടങ്ങണം.
അല്ല ചിലരൊക്കെ ഇങ്ങനെ വെട്ടി 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 ഇങ്ങനെ വളഞ്ഞ് 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 പല മോഡലിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒറ്റപ്പെട്ട വെട്ടുന്ന കാര്യം പറഞ്ഞ പോലെ ഈ ഷോർട്ടർ വെട്ടുമ്പോഴും നല്ല വൃത്തിയായിട്ട് നമ്മൾ വെട്ടണം. മരത്തെ കൊള്ളാൻ പാടില്ല. അപ്പോൾ നമുക്ക് ദീർഘകാലം വെട്ടാൻ പറ്റും. ഉണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കുത്തിയെടുത്ത് ഇങ്ങനെ എടുക്കുക. ഉണ്ടോ ഉണ്ടോ നമ്മുടെ കത്തിയുടെ മൂവ്മെൻറ്റ് നോക്ക്. ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോകും. ഉണ്ടോ, അപ്പോൾ നമ്മുടെ കത്തിയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ട് ഇങ്ങോട്ട്. ഉണ്ടോ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇത് ടാപ്പ് ചെയ്യാം. ഉണ്ടോ, ഇതൊരു പട്ടം വരച്ച മരമാണ്. അപ്പം നമുക്ക് ഷോർട്ടർ മരം നല്ല രീതിയിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഒരു സൈഡ് 5 വർഷം വെട്ടാം, മറ്റേ സൈഡ് 5 വർഷം വെട്ടാം, 10 വർഷം നല്ലതായിട്ട് വെട്ടാം, നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.